നമസ്കാരം, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ജനറൽ നോളജ് വിഭാഗത്തിലുള്ള അടിസ്ഥാനമായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ സ്വതന്ത്രമായ വർഷം എല്ലാവർക്കും അറിയാം. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായത്. വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്, എല്ലാവർക്കും അറിയാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ എന്താകുന്നു? സ്വതന്ത്രമാകുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷമെന്ന്. സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ എന്നാണ് റിപ്പബ്ലിക് ആയത്? ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഇന്ത്യയുടെ മാപ്പ് നമുക്കിവിടെ കാണാം. നമ്മൾ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇവിടെ നമ്മുടെ ഡൽഹി കിടപ്പുണ്ട്. അവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണേ? അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഒരുപാട് പറയുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? അതെ, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഓക്കെയാണ്. ആ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതാര്? രാജസ്ഥാൻ. 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് വലിയ സംസ്ഥാനം. നോക്കുക, ഇവിടെ നമ്മുടെ പാകിസ്ഥാനൊക്കെ ആയിട്ട് അതിർത്തി പങ്കിട്ട് കിടക്കുന്നുണ്ട് രാജസ്ഥാൻ. ഇവിടെ ആയിട്ട് കാണാൻ പറ്റും, രാജസ്ഥാൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഏറ്റവും വലിയ സംസ്ഥാനമാണ് ആരെന്ന് പറയുന്നത്? രാജസ്ഥാൻ എന്ന് പറയുന്നത്. എങ്കിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ ചെറിയ സംസ്ഥാനം? അതേ, ഗോവ തന്നെയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം. ഗോവയാണ്. എവിടെയായിട്ടാ ഗോവ കിടക്കുന്നേ? കണ്ടോ, ഗോവ ഒരു ചെറിയ സംസ്ഥാനമാണ്. ഗോവ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ എവിടെയാണ് കിടക്കുന്നത് നമുക്ക് ഏതാണ്ട് അറിയാം. ഗോവയുടെയും പൊസിഷൻ ഏകദേശം എവിടെയാണ് ഗോവ എന്നറിയാം. ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളതെന്ന് പറഞ്ഞു അല്ലേ? ആ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. എവിടെയാ ലഡാക്ക്? അങ്ങ് ഏറ്റവും മേളില്, ഇന്ത്യയുടെ ഏറ്റവും മേൽഭാഗത്തായിട്ട് ലഡാക്ക്. നോക്കൂ, ലഡാക്ക് ഇവിടെയാണ് ലഡാക്ക് കിടക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും മേൽഭാഗത്തായിട്ട് ലഡാക്ക് കിടപ്പുണ്ട്. പണ്ട് ലഡാക്കും ജമ്മു കാശ്മീരും ചേർത്ത് ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പം അതിനെ വിഭജിച്ച് എന്താക്കി? 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ലഡാക്ക് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശവും ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശവും. അതിലെ ലഡാക്കാണ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. ഓക്കെയാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം നമ്മൾ പറഞ്ഞു ലഡാക്ക് ആണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഓക്കെയാണ്. ലക്ഷദ്വീപാണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ലക്ഷദ്വീപ് എവിടെയാണ് കിടക്കുന്നേ? മാപ്പിൽ നോക്കിയാൽ ലക്ഷദ്വീപിനെ കാണാൻ പറ്റുമോ? മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ അല്ല, നമ്മുടെ ഈ സമുദ്രത്തിലാണ്, സമുദ്രത്തിൽ ദ്വീപ് സമൂഹമാണ്. അപ്പം നമ്മുടെ ഇവിടെ ആയിട്ടാണ് ആര് കിടക്കുന്നത്? ലക്ഷദ്വീപ് കിടക്കുന്നത്. ലക്ഷദ്വീപ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപാണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ഓക്കെയാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഏറ്റവും വലിയ ജില്ല അതെ, കച്ചാണ്. കച്ച്, ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? വലുത് പഠിച്ചാൽ ചെറുത് പഠിക്കണമല്ലോ. പഠിക്കണം. ഏതാ? മാഹി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പുതുച്ചേരി അല്ലെങ്കിൽ നമ്മൾ പണ്ട് പോണ്ടിശ്ശേരി എന്നറിയപ്പെടും, ഇപ്പൊ പുതുച്ചേരി എന്നാ പറയുന്നത്. ആ പുതുച്ചേരിയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി. ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം കൂടെ പറ. ഗോവ. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം നമ്മൾ പറഞ്ഞു ലഡാക്കാണ്.
അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ആലോചിച്ച് പറ. കച്ച്. ഗുജറാത്തിലെ കച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ചെറിയ ജില്ല മാഹി. പുതുച്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന മാഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ GK പാർട്ടാണ് പഠിക്കുന്നത്. ഈ ക്ലാസ് കഴിയുന്ന സമയത്ത് പഠിച്ച മുഴുവൻ ക്വസ്റ്റ്യനുകളും മനസ്സിലുണ്ടായിരിക്കണം. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും മറന്നു പോകരുത്. ആ രീതിക്ക് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും, കോഡുകൾ പറയും, എല്ലാ കാര്യങ്ങളും കറക്റ്റ് സ്ലൈഡിൽ കാണിച്ചു തരും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് നോക്കുമ്പോഴത്തേക്കും എല്ലാം മനസ്സിൽ വരണം. ഇത് പഠിക്കാനായി ഇനിയൊരു അധിക സമയം നമ്മൾ ചെലവഴിക്കേണ്ട ആ രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സിൽ എടുത്ത് വയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ? ശരി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഇന്ത്യയിലെ ആകെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത്? 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആകെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ആകെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാ? മൽക്കച്ച് ഗിരിയാണ് ഉത്തരം. ശ്രദ്ധിച്ചു കേട്ടോ, 543 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം മൽക്കച്ച് ഗിരി. എവിടെയാണ് മൽക്കച്ച് ഗിരി? തെലങ്കാനയിലാണ് മൽക്കച്ച് ഗിരി. തെലങ്കാന സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മൽക്കച്ച് ഗിരിയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. സ്ഥലത്തിന്റെ പേര് മറക്കരുത്. ഒന്ന് പറഞ്ഞേ. മൽക്കച്ച് ഗിരി. കൊള്ളാം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഏതാ? അത് നമ്മുടെ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് നേരത്തെ എവിടെയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് എന്തും കൂടെയാണ്? ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ തന്നെയാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാ? അത് നമ്മുടെ ലഡാക്ക്. ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാ? ലഡാക്കാണ്. അപ്പോൾ വലുത് പഠിച്ചാൽ കൂടെ ആരെയും പഠിക്കണം, ചെറുതും പഠിക്കണം. ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാ? അത് ചാന്ദിനി ചൗക്ക് ഡൽഹിയിലാണ് കേട്ടോ. അപ്പോൾ ചാന്ദിനി ചൗക്കാണ് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം. ഓക്കെ ആണേ. അപ്പോൾ മൊത്തം 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഈ 543 ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മൽക്കച്ച് ഗിരി, ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ലക്ഷദ്വീപ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്, ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക്. ഓക്കെ ആണ്? ക്ലിയർ ആണേ? സെറ്റാണേ? അടുത്തതിലോട്ട് പോവാം. ശരി, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളെ പറ്റിയാണ്. അപ്പോൾ മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ലാംഗ്വേജ് വിച്ച് വൺ ഡസൻറ്റ് ഹാവ് എ ക്ലാസിക്കൽ സ്റ്റാറ്റസ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ഇല്ലാത്ത ഭാഷ ഏത്? അല്ലെങ്കിൽ ഏത് ഭാഷയ്ക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ഇല്ലാത്തത്? ഓക്കെ, ആ ക്വസ്റ്റ്യനോടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഡിക്ലെയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത് എന്നാണ് ചോദ്യം. അതിനകത്തേക്ക് നമുക്ക് വരാം. അപ്പോൾ ആ രണ്ട് ചോദ്യങ്ങളും അവിടെ കിടക്കട്ടെ. ശരി, നമുക്കപ്പോൾ ക്ലാസിക്കൽ ഭാഷകളെ പറ്റി സംസാരിക്കാം. ഇന്ത്യയിലെ എത്ര ഭാഷകൾക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്? എത്ര ഭാഷകൾ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടുക. 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാറല്ല, 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യം തമിഴ്, ഏറ്റവും ആദ്യം തമിഴ്. 2004 ജൂൺ 6 തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. അപ്പോൾ ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? തമിഴിനാണ്. രണ്ടാമത് സംസ്കൃതം. 2005 സംസ്കൃതത്തിന് ലഭിക്കുന്നു എന്ത്? ക്ലാസിക്കൽ ഭാഷാ പദവി. അപ്പോൾ ആദ്യം 2004 തമിഴിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. 2005 തൊട്ടടുത്ത വർഷം സംസ്കൃതത്തിന് ലഭിക്കുന്നു ക്ലാസിക്കൽ ഭാഷാ പദവി. 2008 കന്നഡയ്ക്കും തെലുങ്കിനും ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. 2008 കന്നഡയ്ക്കും തെലുങ്കിനും ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. അപ്പോൾ 4 ഭാഷകൾക്ക് ഇതുവരെ കിട്ടി. 2008 വരെ കിട്ടി. അടുത്ത 5ാമതായി നമ്മുടെ സ്വന്തം മലയാളത്തിന് 5ാമതായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു.
2013 മെയ് 23-നാണ് എന്ത് ചെയ്യുന്നത്, മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത്. 2013 മെയ് 23-ന് എന്ത് ചെയ്യുന്നു, മലയാളത്തിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. ഓക്കെ ആണേ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ഒഡിയയ്ക്ക് 2014 ഫെബ്രുവരി 20-ന് ഒഡിയ ഭാഷയ്ക്ക് എന്ത് ലഭിക്കുന്നു, ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. എന്നാ ലഭിക്കുന്നത് 2014 ഫെബ്രുവരി 20-ന് ഒഡിയയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തമിഴ്, വർഷം അറിയാമേ, ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയ വർഷം. ഓക്കെ, 2004 എല്ലാവരും പറഞ്ഞു, കൊള്ളാം. സംസ്കൃതം എന്നാ, സംസ്കൃതം 2005 രണ്ടാമത് ലഭിക്കുന്ന സംസ്കൃതത്തിന്. അടുത്ത മൂന്നാമത് ആരാ, കന്നഡ, നാലാമത് തെലുങ്ക്. രണ്ടുപേർക്കും 2008 തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് 2013 മെയ് 23-ന് ആർക്ക് കിട്ടും, നമ്മുടെ മലയാളത്തിന് അഞ്ചാമതായിട്ട് എന്ത് ലഭിക്കുന്നു, ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. ആറാമത് ലഭിക്കുന്ന ആർക്കാ, ഒഡിയയ്ക്കാണ് കിട്ടിക്കുന്നത്, ഒഡിയയ്ക്ക്. അപ്പോൾ അത് നമുക്ക് ഓർഡറിൽ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ഒരു കോഡുണ്ട് കേട്ടോ. കോഡ്, തമിഴൻ്റെ സംസാരം കേട്ട് തെലുങ്കന് മടിയായി. നല്ല കോഡല്ലേ? തമിഴൻ്റെ സംസാരം കേട്ട് തെലുങ്കന് മടിയായി. അപ്പം തമിഴൻ ആദ്യം തമിഴിന്, സംസാരം കേട്ട് രണ്ടാമത് ആർക്ക്, സംസ്കൃതം കിട്ടും അല്ലേ? തമിഴൻ്റെ തമിഴ്, സംസാരം സംസ്കൃതം. ഓക്കെ, മൂന്നാമത് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്, കേട്ട് കന്നഡ, കേട്ട് കന്നഡ. തെലുങ്ക്. ഇപ്പൊ കന്നഡയും തെലുങ്കും കിട്ടി. അപ്പൊ തമിഴന്റെ സംസാരം കേട്ട് തെലുങ്കൻ എന്തായെന്നാ പറഞ്ഞിരിക്കുന്നത്, മടിയായി. മലയാളം, ഡി ഒഡിയ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചൂടെ? അപ്പോൾ തമിഴന്റെ സംസാരം കേട്ട് തെലുങ്കന് മടിയായി. നമ്മുടെ 6 ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഭാഷകൾ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ക്ലിയർ ആണേ? ഇനി നമ്മൾ നേരത്തെ കണ്ട PYQ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഈസി ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുമല്ലോ. നോക്കിക്കേ, വിച്ച് among the following language which one doesn't have classical status? ഏത് ഭാഷയ്ക്ക് അടയിൽ കൊടുത്തിരിക്കുന്നത് കിട്ടാത്തത്? മലയാളത്തിന് കിട്ടി, 2013 കിട്ടി, അറിയാം. തമിഴിന് കിട്ടി, 2004 കിട്ടി, അറിയാമല്ലോ. കന്നഡയ്ക്ക് കിട്ടിയില്ലേ? കിട്ടാത്ത ഭാഷ ഏതാ? ഹിന്ദിയാണ് ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ ലഭിക്കാത്ത ഭാഷ, ഈ കൊടുത്തിരിക്കുന്നവയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വാസ് ദ ഫസ്റ്റ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഡിക്ലർഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ്? 2004 ആദ്യം കിട്ടിയത് തമിഴ്. നമ്മളെ കോഡ് എന്തായിരുന്നു? തമിഴിന്റെ സംസാരം കേട്ടല്ലേ? അപ്പൊ തമിഴിനല്ലേ ആദ്യം 2004. തമിഴാണ് ഉത്തരം. ഓക്കെ ആണ്? ക്ലിയർ ആണല്ലോ? PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ സാധനം പഠിച്ച ശേഷം ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മുടെ മൈൻഡിലോട്ട് വരുന്നില്ലേ? ഓക്കെ, ശരി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഞാൻ പറഞ്ഞു 6 ഭാഷകൾക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 6 ഭാഷകൾക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 ഭാഷകൾക്കല്ല. പിന്നെയോ, നമ്മൾ 2024 ഒക്ടോബർ 3-ന് ഈ പട്ടികയിലേക്ക് 5 ഭാഷകളെ കൂടി എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കുന്നു. 2024 ഒക്ടോബർ 3, ഒരു ലേറ്റസ്റ്റ് ഫാക്റ്റ് ആണ്. 2024 ഒക്ടോബർ 3-ന് ഈ പട്ടികയിലേക്ക് 5 ഇന്ത്യൻ ഭാഷകളെ കൂടി കൂട്ടിച്ചേർക്കുന്നു. ഏതൊക്കെയാണ് 5 ഇന്ത്യൻ ഭാഷകൾ? ദാ ഇവിടെ ഉണ്ട്. മറാത്തി, പ്രാകൃത്, പാലി, ബംഗാളി, ആസാമീസ്. ഏതൊക്കെയാടാ ഭാഷകൾ? ഒന്ന് പറഞ്ഞേ. മറാത്തി, പ്രാകൃത്, പാലി, ബംഗാളി, ആസാമീസ്. മറാത്തി, പ്രാകൃത്, പാലി, ബംഗാളീസ്, ആസാമീസ്. അപ്പോൾ നേരത്തെ പഠിച്ച 6 ഭാഷകൾ, ഇപ്പം പഠിച്ച എത്ര ഭാഷകൾ? 5 ഭാഷകൾ. അങ്ങനെ മൊത്തം ആകെ 11 ഭാഷകൾക്ക് ഇപ്പോൾ ക്ലാസിക്കൽ ഭാഷാ പദവിയുണ്ട്. മുൻപ് 6 ആയിരുന്നു. ഇപ്പോൾ 2024 ഒക്ടോബർ 3 എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് അല്ലേ? 2024 ഒക്ടോബർ 3-ന് എന്ത് ചെയ്യുന്നു? 5 ഭാഷകൾക്ക് കൂടി എന്ത് ലഭിക്കുന്നു? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. മറാത്തി, പ്രാകൃത്, പാലി, ബംഗാളി, ആസാമീസ്. ഓക്കെ ആണേ? അപ്പോൾ അതും കൂടി ആകെ മൊത്തം 11 ഭാഷകൾക്ക് എന്തുണ്ട്? ക്ലാസിക്കൽ ഭാഷാ പദവി ഉണ്ട്. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഒരു തവണ കൂടി ഒന്ന് ഓടിച്ച് ആ കാര്യം നമുക്കൊന്ന് പറയാം. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ മൊത്തം 11 ഏറ്റവും ആദ്യം തമിഴ് 2004 ജൂൺ 6-ന് ലഭിക്കുന്നു. അത് കഴിഞ്ഞ് സംസ്കൃതം 2005 ലഭിക്കുന്നു. അത് കഴിഞ്ഞ് കന്നഡയ്ക്കും തെലുങ്കിനും 2008 കിട്ടുന്നു. നമ്മുടെ സ്വന്തം മലയാളത്തിന് 2013 മെയ് 23-ന് കിട്ടുന്നു. നമ്മുടെ ഒഡിയയ്ക്ക് 2014 ഫെബ്രുവരി 20-ന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. ഈ 6 ഓർഡറിന് പഠിച്ചു വെക്കാനുള്ള കോഡ് അറിയാമല്ലോ. തമിഴന്റെ സംസാരം കേട്ട് തെലുങ്കന് മടിയായി. ഓക്കെ ആണേ? ഈ പട്ടികയിലേക്ക് 2024 ഒക്ടോബർ 3-ന് 5 ഭാഷകളെ കൂടി കൂട്ടിച്ചേർക്കുന്നു. 5 ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, പ്രാകൃത്, പാലി, ബംഗാളി, ആസാമീസ്. അങ്ങനെ 5 ഭാഷകൾ കൂടി എന്ത് ചെയ്യുന്നു? നമ്മളെ ഈ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ആകെ മൊത്തം 11 ഭാഷകൾക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ഇന്ത്യയിൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ആണേ? എല്ലാ പോയിന്റുകളും ഓർക്കാൻ പറ്റുന്നുണ്ടേ?
മറന്നു പോകില്ലല്ലോ, തിരിഞ്ഞു പോകില്ലല്ലോ. ഓക്കെ, ശരി. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത്? ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, പറഞ്ഞ ഉത്തരം തമിഴാണ്. തമിഴിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം 2004 ആണ്. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ ഏതാ? പോയിന്റ് നമ്മൾ പഠിച്ചില്ല, ഇപ്പോഴാണ് പഠിക്കുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ ഏതാറേ? തമിഴാണ്. തമിഴിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും പഴക്കം ചെന്ന ദ്രവീഡിയൻ ലാംഗ്വേജ്, ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? തമിഴാണ്. ഏറ്റവും പുതിയ ദ്രാവിഡ ഭാഷ ഏതാ? ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ തമിഴാണേ. ഏറ്റവും പുതിയ ദ്രാവിഡ ഭാഷ മലയാളം. ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇൻഡോ ആര്യൻ ഭാഷ ഏതാ? സംസ്കൃതമാണ്. ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇൻഡോ ആര്യൻ ഭാഷ സംസ്കൃതമാണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച രണ്ടാമത്തെ ഇൻഡോ ആര്യൻ ഭാഷ ഏതാ? അത് ഒഡിയയാണ്. പോയിന്റ് ക്ലിയർ ആയേ? ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഇൻഡോ ആര്യൻ ഭാഷ അത് സംസ്കൃതമാണ്. രണ്ടാമത്തെ ഇൻഡോ ആര്യൻ ഭാഷ ഒഡിയയാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിന് എത്രാമതാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത്? അഞ്ചാമത് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷയാണ് ഏതെന്ന് പറയുന്നത്? മലയാളം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. ശരി, എങ്കിൽ എന്നാണ് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്? അതെ, 2013 മെയ് 23. നമ്മൾ പറഞ്ഞതാണ് 2013 മെയ് 23 മലയാളത്തിൽ എന്ത് ലഭിക്കുന്നു? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നു. ഇപ്പൊ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലേക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നുണ്ട്. മറന്നു പോവൂല. ഓക്കെ, ശരി. അടുത്തത്, നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം എത്ര? ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം 22 22 ഭാഷകളെ ഭരണഘടന എന്ത് ചെയ്തിരിക്കുന്നു? ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലുള്ള ഭാഷകളുടെ എണ്ണമല്ല, ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള, ഔദ്യോഗികമായി ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം 22. ഓക്കെയാണ്. അപ്പോൾ ഭാഷകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം, ക്ലാസിക്കൽ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. PYQ ക്വസ്റ്റ്യൻസ് കണ്ടു. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലേക്ക് വരുന്നുണ്ട്. പോയിന്റുകളൊക്കെ ക്ലിയർ ആണ്. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ ആണേ? ശരി. അടുത്തത് നമുക്ക് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ ദേശീയ പ്രതീകങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ വിച്ച് ഇയർ ഗംഗ ഡിക്ലേർഡ് ആസ് ദ നാഷണൽ റിവർ ഓഫ് ഇന്ത്യ? ഏത് വർഷമാണ് ഗംഗയെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിച്ചത്? 2008, 2009, 2007, 2010. ഉത്തരവൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ പഠിച്ചില്ല, പഠിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. വർഷം 2008 ആണ്. 2008 എന്ത് ചെയ്തത്? നമ്മുടെ ഗംഗാ നദിയെ ദേശീയ നദിയായി അല്ലെങ്കിൽ നാഷണൽ റിവറായി പ്രഖ്യാപിക്കുന്നത് 2008. അപ്പോൾ ഏത് വർഷമാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത് ചോദിച്ചാൽ ഉത്തരം 2008. ഓക്കെ ആണേ? ശരി. അങ്ങനെയുള്ള അടുത്ത ചോദ്യം, ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ധർമ്മചക്രം അല്ലെങ്കിൽ നമ്മൾ അശോക ചക്രം എന്ന് പറയും. സിമ്പിൾ ക്വസ്റ്റ്യൻ, പണ്ട് മുതലേ പഠിക്കുന്നതാ, അറിയാം. പറ, ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? അതെ, വെരി ഗുഡ്. 24 ആരക്കാലുകൾ. ഉത്തരം 24 ആരക്കാലുകൾ. വളരെ എളുപ്പത്തിൽ ഉത്തരം ചെയ്യാൻ പറ്റുന്ന 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കണ്ടത് അല്ലേ? ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം എന്നാ? 2008. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008. നമ്മുടെ ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിൽ അല്ലെങ്കിൽ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാ? 24 ആരക്കാലുകളാണുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമുക്ക് ബാക്കി ദേശീയ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക ഏതാ? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ദേശീയ പതാക. ഈ ദേശീയ പതാകയെ പറയുന്ന പേരെന്താടെ? ത്രിവർണ്ണ പതാക, ട്രൈ കളേർഡ് ഫ്ലാഗ് എന്ന് പറയും. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഔദ്യോഗിക നാമമാണ് ത്രിവർണ്ണ പതാക. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര്? ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന ആളാണ്. പിംഗലി വെങ്കയ്യയുടെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിംഗലി വെങ്കയ്യാണ് എന്ത് ചെയ്തത്? ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത 2 കൊടിയുടെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഈ കൊടി അല്ലല്ലോ ഈ കൊടിയെന്ന്. ശരിക്കും പിംഗലി വെങ്കയ്യ ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന കൊടി ഇതല്ല. പിംഗലി വെങ്കയ്യ ആദ്യം ഒരു പതാക രൂപകൽപ്പന ചെയ്യുന്നു. അതിനകത്ത് ഈ പറയുന്ന പച്ചയും ചുവപ്പ് നിറങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മഹാത്മാഗാന്ധി ആ പതാകയിൽ മാറ്റം വരുത്തി വെള്ള നിറവും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ആ പതാക മാറി
ഇന്ന് കാണുന്ന പതാകയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആര് തന്നെയാണ്? പിംഗലി വെങ്കയ്യ തന്നെയാണ്. ആ രണ്ട് പതാകകളാണ്. ഇപ്പോൾ കൺഫ്യൂഷൻ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ പോട്ടെ, നമ്മൾ എന്ത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി? ഇന്നത്തെ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യയാണ്. ത്രിവർണ്ണ പതാകയിലെ നിറങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു കളയും, എല്ലാവർക്കും അറിയാം. ത്രിവർണ്ണ പതാകയിലെ നിറങ്ങൾ ഏതൊക്കെയാടാ? ഏറ്റവും മേളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. കുങ്കുമ നിറം അല്ലെങ്കിൽ കേസരി നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇന്ത്യക്കാരുടെ ധൈര്യം, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. ആ ഒരു പോയിന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല, കാര്യം വളരെ എളുപ്പമുള്ള പോയിന്റ് ആണ്. വെളുപ്പ് നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വെളുപ്പ് നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സത്യത്തെ, സമാധാനത്തെ, ചിന്തകളിലെ ശുദ്ധതയെ. സത്യം, സമാധാനം, ചിന്തകളിലെ ശുദ്ധത എന്നിവയെ സൂചിപ്പിക്കുന്ന നിറമാണ് എന്ത് നിറം? വെളുപ്പ് നിറം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പച്ച നിറം സമ്പൽ സമൃദ്ധി, ഫലഭൂഷ്ടത, സസ്യ ജന്തുജാലങ്ങൾ. സമ്പൽ സമൃദ്ധി, ഫലഭൂഷ്ടത, സസ്യ ജന്തുജാലങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച നിറം. ആ 3 പോയിന്റുകൾ എളുപ്പമാണ്, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. ദേശീയ പതാകയിൽ ഔദ്യോഗികമായിട്ട് ദേശീയ പതാക അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ത്രിവർണ്ണ പതാക. ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യയാണ്. നിറങ്ങൾ 3 ഏതൊക്കെയെന്ന് അറിയാം, അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നും അറിയാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണേ, ശരി. അങ്ങനെയാണെങ്കിൽ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? നമ്മളെ PYQ ക്വസ്റ്റ്യൻ. ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? എത്ര ആരക്കാലുകളുണ്ട്? ഇതാ നോക്കൂ, ദേശീയ പതാക ഇവിടെ ഉണ്ട്, നടുക്ക് കൊടുത്തിട്ടുള്ള അശോക ചക്രമുണ്ട്. എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളാണ് ഉള്ളത്. 24 ആരക്കാലുകളാണ് ആർക്കുള്ളത്? ദേശീയ പതാകയിലെ അശോക ചക്രത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അശോക ചക്രത്തിന്റെ നിറം എന്താടേ? നിറം നിറം നോക്കടേ. അശോക ചക്രത്തിലെ നിറം എന്താടേ? നീല നിറമാണല്ലേ? വെറും നീലയല്ല, നാവിക നീല, നേവി ബ്ലൂ ആണ് അശോക ചക്രത്തിന്റെ നിറം. ഇമേജ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അശോക ചക്രത്തിന്റെ നിറം? നാവിക നീലയാണ്. നോക്കൂ, നാവിക നീല കളറല്ലേ എടുത്തിട്ടുള്ളത്? ആണ് നാവിക നീല, നേവി ബ്ലൂ ആണ് അശോക ചക്രത്തിന്റെ നിറം. അപ്പോൾ അശോക ചക്രത്തിലെ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24 ആണ്. അശോക ചക്രത്തിന്റെ നിറം ചോദിച്ചു കഴിഞ്ഞാൽ നാവിക നീല അല്ലെങ്കിൽ നേവി ബ്ലൂ ആണ്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് ഈ അശോക ചക്രം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശോക ചക്രം എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ അശോക സ്തംഭം എടുത്തിട്ടുള്ളത്. ഈ അശോക സ്തംഭത്തിനകത്ത് നിന്നാണ് അശോക ചക്രം എടുത്തിട്ടുള്ളത്. ഇതാണ് അശോക സ്തംഭം. ഈ അശോക സ്തംഭത്തിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഇയാളാണ് അശോക ചക്രം. ഈ അശോക ചക്രം എടുത്താണ് നമ്മളെ ഇന്ത്യയുടെ പതാകയുടെ നടുക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? എങ്കിൽ എന്താണ് അശോക ചക്രം സൂചിപ്പിക്കുന്നത്? ഇന്ത്യയുടെ പുരോഗതി, ചലനാത്മകത എന്നിവയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അശോക ചക്രം പതാകയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? അപ്പോൾ ഇന്ത്യയുടെ പുരോഗതി, ചലനാത്മകത എന്നിവയെ സൂചിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ചിഹ്നമേത്? പതാകയിൽ കൊടുത്തിട്ടുള്ള നിറം ചിഹ്നമേതെന്ന് ചോദിച്ചാൽ എന്താണ്? അശോക ചക്രമാണ്. അശോക ചക്രം. ഓക്കെ ആണേ? ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ദേശീയ പതാകയിലുള്ള നിറങ്ങൾ 3 3 നിർവചനമുണ്ട്. ആരാണ് നിർവചനം കൊടുത്തത്? ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് നിർവചനം നൽകിയ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ രാധാകൃഷ്ണനാണ് എന്ത് ചെയ്തത്? ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് നിർവചനം കൊടുത്തത് ഡോക്ടർ രാധാകൃഷ്ണൻ. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് നിർവചനം കൊടുത്തത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാണ് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ? നമ്മുടെ പതാക, ഇന്ന് കാണുന്ന ദേശീയ പതാക ഉണ്ടായി വരുന്ന സമയത്ത് ആ പതാക നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത്. പതാക നിർമ്മാണ കമ്മിറ്റി എന്ന് പറയും. പതാകയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ചെയർമാൻ. അപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ. ഓക്കെ ആണേ? അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണെന്ന് ചോദിച്ചാൽ ത്രിവർണ്ണ പതാകയാണ്. രൂപകൽപ്പന ചെയ്ത ആൾ പിംഗലി വെങ്കയ്യയാണ്. ത്രിവർണ്ണ പതാകയിലെ നിറങ്ങൾ കുങ്കുമം, വെളുപ്പ്, പച്ച. കുങ്കുമ നിറം ഇന്ത്യക്കാരുടെ ധൈര്യം, ത്യാഗം എന്നിവയെ കാണിക്കുന്നു. വെളുപ്പ് നിറം സത്യത്തെ, സമാധാനത്തെ, ചിന്തകളെ ശുദ്ധതയെ കാണിക്കുന്നു. പച്ച നിറം എന്തിനെ കാണിക്കുന്നു? പറഞ്ഞു നോക്കിയേ. സമ്പൽ സമൃദ്ധി, ഫലഭൂഷത, സസ്യജന്തുജാലങ്ങൾ. ഓക്കെ, ഓരോ ചോദ്യം പറയുമ്പോഴത്തേക്കും ഉത്തരം പറയണം കേട്ടോ. ഉത്തരം വിളിച്ചു പറയണം. ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാടെ? 24. ഓക്കെ, സെറ്റാണ്. അശോക ചക്രത്തിന്റെ നിറം എന്താ? നാവിക നീല, നേവി ബ്ലൂ ആണ് അശോക ചക്രത്തിന്റെ നിറം എന്ന് പറയുന്നത്. ഓക്കെ ആണേ?
അങ്ങനെയാണെങ്കിൽ അശോക ചക്രം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അശോക ചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു? വെരി ഗുഡ്, പറയൂ. ഇന്ത്യയുടെ പുരോഗതി, ചലനാത്മകത. ഇന്ത്യയുടെ പുരോഗതി, ചലനാത്മകത എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നതാണ് അശോക ചക്രം? ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് നിർവചനം നൽകിയ വ്യക്തി ആരാ? ഡോക്ടർ രാധാകൃഷ്ണൻ. ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് നിർവചനം നൽകിയ വ്യക്തി ഡോക്ടർ രാധാകൃഷ്ണൻ. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരാ? അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ? ശരി, നമുക്കിനി ബാക്കി ഇന്ത്യയിലെ ദേശീയ പ്രതീകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നോക്കടാ, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതുന്നത്. ദേശീയ ഗാനമായ ജനഗണമന എഴുതുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1950 ജനുവരി 24 തീയതി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നു? ദേശീയ ഗാനമായി അംഗീകരിക്കുന്നു. അപ്പോൾ ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 24 എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. 3 പോയിന്റുകളും ക്ലിയർ ആണേ. ഇനി ആവർത്തിക്കേണ്ടല്ലോ. ആരാണ് എഴുതിയതെന്നറിയാം, അംഗീകരിച്ച വർഷം അറിയാം, ഇന്ത്യയുടെ ദേശീയ ഗാനമാണെന്നറിയാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പണ്ട് മുതലേ അറിയാമെന്നുള്ളൊരു സാധനമാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര സമയം കൊണ്ട് ദേശീയ ഗാനം ആലപിക്കുന്നത് ചോദിച്ചാൽ 52 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ ഗാനം ആലപിക്കുന്നത്. ഓക്കെ അല്ലേ? ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ ഗാനം ജനഗണമനയാണെങ്കിൽ തിരിഞ്ഞു പോകരുത്. ദേശീയ ഗീതം ഏത്? ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1950 ജനുവരി 24 തന്നെയാണ് ദേശീയ ഗീതവും അംഗീകരിക്കപ്പെടുന്നത്. 1950 ജനുവരി 24 തന്നെയാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവും അംഗീകരിക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദേശീയ പതാക ഏതെന്നറിയാം, അതിൻ്റെ കാര്യങ്ങൾ അറിയാം. ഉണ്ടോ? മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ എല്ലാം? ഓക്കെ. ദേശീയ ഗാനം അറിയാം, എഴുതിയ ആളെ അറിയാം, അംഗീകരിച്ച വർഷം അറിയാം. ദേശീയ ഗീതം അറിയാം, എഴുതിയത് ആരാണെന്നറിയാം. ആരാ? കൊള്ളാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. കൊള്ളാം, ഉത്തരം പറയുന്നുണ്ട് എല്ലാവരും. പറയുന്നുണ്ടോ? ശരി. അടുത്തത് അംഗീകരിച്ച വർഷം അറിയാം. എങ്കിൽ ദേശീയ കലണ്ടർ ഏതാടെ? ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാ? ഇന്ത്യയുടെ ദേശീയ കലണ്ടറിനെ പറയുന്ന പേരാണ് ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറിനെ പറയുന്ന പേരാണ് ശകവർഷ കലണ്ടർ. 1957 മാർച്ച് 22 എന്ത് ചെയ്തത്? ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിക്കപ്പെടുന്നത്. 1957 മാർച്ച് 22 എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് എന്ത് ചെയ്യുന്നു? ശകവർഷ കലണ്ടറിനെ അംഗീകരിക്കപ്പെടുന്നു. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാ? ഇന്ത്യയുടെ ദേശീയ മുദ്ര നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. സിംഹമുദ്രയാണ്. എത്ര സിംഹങ്ങളാണുള്ളത്? ദേശീയ മുദ്രയിലുള്ള സിംഹങ്ങളുടെ എണ്ണം 4 സിംഹങ്ങളുണ്ട്. 3 പേരെ നമുക്ക് കാണാൻ പറ്റും, ഒരാൾ അപ്പർ സൈഡിലാണ്. അപ്പോൾ മൊത്തം 4 സിംഹങ്ങളുള്ള സിംഹമുദ്രയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ദേശീയ മുദ്രയായി സിംഹമുദ്രയെ അംഗീകരിക്കപ്പെടുന്നു. 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ മുദ്രയായി സിംഹമുദ്ര അംഗീകരിക്കപ്പെടുന്നു. ഈ സിംഹത്തെ കൂടാതെ നമ്മുടെ സിംഹമുദ്രയിലുള്ള മൃഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാള, കുതിര, ആന. അപ്പോൾ മൊത്തം 4 മൃഗങ്ങളാണുള്ളത്. ഒന്ന് സിംഹം, സിംഹമുദ്രയിൽ സിംഹം ഉണ്ടാവും, നമുക്കറിയാമല്ലോ. പിന്നെ അതല്ലാതെ വേറെ ആരൊക്കെയുണ്ട്? കാള, കുതിര, ആന. ഇങ്ങനെ 4 മൃഗങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കുതിരയെ കാണാം, ബാക്കി മൃഗങ്ങൾ ഈ സൈഡിലാണ്, അതാണ് കാണാൻ പറ്റാത്തത്. ഓക്കെ അല്ലേ? ശരിയല്ലേ? ഓക്കെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. 1950 ജനുവരി 26 സിംഹമുദ്ര അംഗീകരിക്കപ്പെടുന്നു. സിംഹമുദ്രയിലെ സിംഹങ്ങളുടെ എണ്ണം 4. സിംഹത്തെ കൂടാതെ ആലേഖനം ചെയ്തിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാള, കുതിര, ആനയാണ്. ക്ലിയർ? ഓക്കെ ആണേ? ശരി. അങ്ങനെയാണെങ്കിൽ ദേശീയ പക്ഷി എല്ലാവർക്കും അറിയാം. ആര്? മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ആരാണടേ? മയിലാണ്. 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിക്കുന്നത്. 1963 മയിലിനെ എന്ത് ചെയ്യുന്നത്? ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? അതെ, റോയൽ ബംഗാൾ കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. 1972 നവംബർ 18 കടുവ എന്ത് ചെയ്യുന്നടാ? ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നു. 1972 നവംബർ 18 റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ദേശീയ പക്ഷി മയിലാണ്,
ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. 1950 ജനുവരി 26 സിംഹമുദ്രയെ ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നത്. സിംഹമുദ്രയിലെ മൃഗങ്ങളുടെ എണ്ണം മൊത്തം 4 മൃഗങ്ങളുടെ എണ്ണം 4. ഏതൊക്കെയാണ് 4 മൃഗങ്ങൾ? സിംഹം, കാള, കുതിര, ആന. സിംഹമുദ്രയിലെ സിംഹങ്ങളുടെ എണ്ണവും എത്ര തന്നെ? 4 സിംഹങ്ങൾ തന്നെ. ക്ലിയർ ആണേ? സെറ്റല്ലേ? ഓക്കെ. അടുത്തത് നമ്മുടെ ദേശീയ പൈതൃക മൃഗം ആരാടെ? ദേശീയ പൈതൃക മൃഗം. ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണെങ്കിൽ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. 2010 ഒക്ടോബറിൽ ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിക്കുന്നു. 2010 ഒക്ടോബറിൽ ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് കൂടി പഠിച്ചു വെച്ചേക്കുക. പ്രോജക്റ്റ് എലിഫന്റ് നിലവിൽ വന്ന വർഷം 1992. പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വന്ന വർഷം 1992. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാ? ആനയാണ്. എന്നാണ് ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിക്കുന്നത്? 2010 ഒക്ടോബറിലാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി? ഗംഗാ ഡോൾഫിൻ. അതെ, ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിൻ ഏത് വർഷമാണ് അംഗീകരിച്ചത്? 2009 ഒക്ടോബറിൽ നമ്മുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിൻ അംഗീകരിക്കുന്നു. ഓക്കെ ആണേ? അപ്പൊ ദേശീയ പൈതൃക മൃഗം ആരാ? ആനയാണ്. 2010 ഒക്ടോബറിൽ അംഗീകരിക്കപ്പെടുന്നു. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. അത് 2009 ഒക്ടോബറിൽ അംഗീകരിക്കപ്പെടുന്നു. ദേശീയ പുഷ്പം ഏതാ? അറിയാം, താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ ഫലമോ? ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. ഓക്കെ ആണേ? ദേശീയ വൃക്ഷം ഏതാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. പേരാൽ. എളുപ്പമുള്ള പോയിന്റുകളാണ്, അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിന് പറയുന്നത്. ദേശീയ പുഷ്പം താമര, ദേശീയ ഫലം മാങ്ങ, ദേശീയ വൃക്ഷം പേരാൽ. ഓക്കെ ആണേ? ദേശീയ ജലജീവി ഏതാ? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ജലജീവി അംഗീകരിക്കുന്ന വർഷം ചോദിച്ചാൽ 2009 ഒക്ടോബറിലാണ്. ദേശീയ പൈതൃക മൃഗം ഏതാ? ആന. ആനയെ ദേശീയ പൈതൃക മൃഗം അംഗീകരിക്കുന്ന എന്നാ? 2010 ഒക്ടോബറിലാണ്. ഓക്കെ അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ ദേശീയ നദി ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. നമ്മളെ PYQ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ഗംഗയെ എന്നാണ് ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്? എന്നാ? 2008 നവംബറിൽ എന്ത് ചെയ്യുന്നു? ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നു. 2008 നവംബറിലാണ് എന്ത് ചെയ്യുന്നത്? ഗംഗാ നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ദേശീയ പാനീയം ഏതാടാ? ദേശീയ പാനീയം ചായയാണ് ദേശീയ പാനീയം. ഔദ്യോഗിക ഭാഷ ഏതാണ് നമ്മുടെ? ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിക്കുന്നു. 1949 സെപ്റ്റംബർ 14 എന്ത് ചെയ്യുന്നു? ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ ആണേ? അപ്പോൾ ദേശീയ നദി ഏതാ? ഗംഗ. 2008 നവംബറിൽ. ദേശീയ പാനീയം ചായ, ദേശീയ ഭാഷ ഹിന്ദി. 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ എന്ത് ചെയ്യുന്നു? ദേശീയ ഭാഷയായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഏതാണ്? നമ്മളെല്ലാവരും പണ്ട് ചൊല്ലിയിട്ടുണ്ട് അല്ലേ? ഏതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ? അതെ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. പണ്ട് സ്കൂൾ അസംബ്ലിയിൽ നിന്ന് നമ്മളെല്ലാവരും ചൊല്ലിയ പ്രതിജ്ഞയാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എന്നാൽ ഈ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആരാണ്? അതെ, അയാളുടെ പേരാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു. പൈതിമാരി വെങ്കട സുബ്ബറാവു. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആര്? പൈതിമാരി വെങ്കട സുബ്ബറാവു. ഓക്കെ ആണേ? ഇനി നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ട് പണ്ട് കുഞ്ഞായിരുന്നപ്പോഴല്ല, 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 10ാം ക്ലാസ് വരെയല്ല, +1 +2 വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട് അല്ലേ? സ്കൂളിൽ പ്രതിജ്ഞ ചൊല്ലിക്കും. അപ്പോൾ ഈ 1965 ജനുവരി 26 മുതലാണ് ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും ദേശീയ പ്രതിജ്ഞ ചൊല്ലി തുടങ്ങിയത്. അപ്പോൾ 1965 ജനുവരി 26 പ്രത്യേകത എന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന പൈതിമാരി വെങ്കട സുബ്ബറാവു എഴുതിയ പ്രതിജ്ഞ 1965 ജനുവരി 26 മുതൽ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും ദേശീയ പ്രതിജ്ഞയായി ചൊല്ലി തുടങ്ങി. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ദേശീയ പ്രതീകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്.
ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഉത്തരം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. എല്ലാ പോയിന്റുകളും മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക, കൃത്യമായിട്ട് പറയുക. ഓക്കെ ആണല്ലോ? എന്നാ പറ, ഇന്ത്യയുടെ ദേശീയ പതാക ഏതാ? വെരി ഗുഡ്, ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാ? പിംഗലി വെങ്കയ്യ. കൊള്ളാം, പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യാണ്. നിറങ്ങൾ അറിയാം, നിറങ്ങൾ കുങ്കുമം, വെള്ള, പച്ച. അതിന്റെ ഡെഫിനിഷൻ അറിയാം, പറയുന്നില്ല, എളുപ്പമാണ്. ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണേ? അതെ, വെരി ഗുഡ്, 24 ആരക്കാലുകൾ. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളാണുള്ളത്. അശോക ചക്രത്തിന്റെ നിറം ചോദിച്ചാലോ? അതെ, നാവിക നീല, നേവി ബ്ലൂ. അശോക ചക്രത്തിന്റെ നിറം നാവിക നീല അല്ലെങ്കിൽ നേവി ബ്ലൂ ആണ്. അശോക ചക്രം എടുത്തിട്ടുള്ളത് എവിടെ നിന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭം. എന്തിനെയാ അശോക ചക്രം സൂചിപ്പിക്കുന്നത്? അതെ, ഇന്ത്യയുടെ പുരോഗതി, ചലനാത്മകത, ഇന്ത്യയുടെ പുരോഗതി, ചലനാത്മകത എന്നിവയെ സൂചിപ്പിക്കാനാണ് അശോക ചക്രം എടുത്തു വച്ചിട്ടുള്ളത്. ഈ ദേശീയ പതാകയിലെ നിറങ്ങൾക്ക് നിർവചനം കൊടുത്ത വ്യക്തി ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആരാ? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ ആണ്? എല്ലാ പോയിന്റും കിട്ടുന്നുണ്ടേ? ഉത്തരം പറയാൻ പറ്റുന്നുണ്ടേ? മറന്നു പോകില്ലല്ലോ. ശരി, ദേശീയ ഗാനം ഏതാ? ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാടെ? രവീന്ദ്രനാഥ് ടാഗോർ. കൊള്ളാം, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പറയൂ, എന്ന് അംഗീകരിച്ചത്? 1980 ജനുവരി 24 ദേശീയ ഗാനമായി ജനഗണമനെ അംഗീകരിക്കുന്നു. ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം എത്രയാ? 52 സെക്കൻഡാണ്. ഓക്കെ ആണേ? എന്നാൽ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ, പഠിച്ചതാ, പറഞ്ഞേ. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം എഴുതിയത് ആരാ? ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എഴുതിയത്. അത് അംഗീകരിക്കപ്പെട്ട വർഷം എന്ന് തന്നെ 1980 ജനുവരി 26 തന്നെ. ഓക്കെ ആണേ? എന്നാൽ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. എന്നാണ് ശകവർഷ കലണ്ടറിന്റെ ദേശീയ കലണ്ടറെ അംഗീകരിക്കുന്നത്? 1957 മാർച്ച് 22. 1957 മാർച്ച് 22 എന്ത് ചെയ്യുന്നു? ദേശീയ കലണ്ടറായിട്ട് ശകവർഷ കലണ്ടറിനെ അംഗീകരിക്കുന്നു. ഓക്കെ അല്ലേ? ദേശീയ മുദ്ര ഏതാ? ദേശീയ മുദ്ര സിംഹമുദ്രയാണ് ദേശീയ മുദ്ര. 1980 ജനുവരി 26 എന്ത് ചെയ്യുന്നു? സിംഹമുദ്രയെ ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നു. ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങളുണ്ട്? 4 സിംഹങ്ങളാണുള്ളത്. 4 സിംഹങ്ങളെ കൂടാതെയുള്ള മൃഗങ്ങൾ വേറെ ആരൊക്കെയാ? കാള, കുതിര, ആന എന്നീ 3 മൃഗങ്ങളോടുണ്ട്. ദേശീയ പക്ഷി ആരാടെ? മയിലാണ്. എന്നാ മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിക്കുന്നത്? 63-ലാണ്. ദേശീയ മൃഗം ആരാ? ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ. 1972 നവംബർ 18 റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദേശീയ പൈതൃക മൃഗം ആരാ? പറഞ്ഞേ, ദേശീയ പൈതൃക മൃഗം. യെസ്, വെരി ഗുഡ്, ആന. ദേശീയ പൈതൃക മൃഗം ആരാണ്? ആന. 2010 ദേശീയ പൈതൃക മൃഗമായി ആനയെ പ്രഖ്യാപിക്കുന്നു. ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിക്കുന്നു 2009. ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ ഫലം മാങ്ങയാണ്. ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ നദി ഏതാ? ഗംഗയാണ്. ഗംഗ ദേശീയ നദിയാണ്. ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത് 2008 ആണ്. 2008, 2009, 2010 ഒരുമിച്ച് പിടിച്ച് 2008 ദേശീയ നദിയായിട്ട് ഗംഗാ നദിയെ പ്രഖ്യാപിക്കുന്നു. 2009 ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിൻ. 2010 ദേശീയ പൈതൃക മൃഗമായിട്ട് ആന. ഓർമ്മിച്ച് വെച്ചൂടെ? എളുപ്പത്തിൽ മനസ്സിലാക്കൂലേ? ശരി, ദേശീയ പാനീയം ഏതാ? ദേശീയ പാനീയം ചായയാണ് ദേശീയ പാനീയം. ദേശീയ ഭാഷ ഹിന്ദിയാണ്. 1947 സെപ്റ്റംബർ 14 ഹിന്ദിയെ ദേശീയ ഭാഷയെ പ്രഖ്യാപിക്കുന്നു. ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നതാണ് ദേശീയ പ്രതിജ്ഞ. ഈ ദേശീയ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് ദേശീയ പ്രതിജ്ഞ എഴുതിയ വ്യക്തി. പൈതിമാരി വെങ്കട സുബ്ബറാവു ദേശീയ പ്രതിജ്ഞ എഴുതിയ വ്യക്തിയാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു. 1965 ജനുവരി 26 മുതൽ ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും ദേശീയ പ്രതിജ്ഞ എന്ത് ചെയ്തു തുടങ്ങിയടേ? ചൊല്ലി തുടങ്ങി. ഓക്കെ ആണേ? അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ദേശീയ പ്രതീകങ്ങളെ പറ്റി പഠിച്ചു, ക്ലാസിക്കൽ ഭാഷകളെ പറ്റി പഠിച്ചു, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യങ്ങൾ പഠിച്ചു, റിപ്പബ്ലിക് ആയത് പഠിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ടല്ലോ? ഒന്നും മറന്നു പോകുന്നില്ലല്ലോ? സെറ്റാണേ? മറക്കരുത്, ഓർമ്മിച്ച് വെച്ചേക്കുക. ശരി, അടുത്ത കാര്യത്തിലേക്ക് പോകാം. ശരി, വീണ്ടും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പറയും. ഹൗ മെനി യൂണിയൻ ടെറിട്ടറീസ് ആർ ദെയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്? പറഞ്ഞേ. വെരി ഗുഡ്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ത്യയിലുള്ളതെന്ന് ചോദിച്ചാൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ?
എളുപ്പത്തിലേക്ക് ആൻസർ എളുപ്പത്തിൽ മനസ്സിലേക്ക് വരുന്നില്ലേ? വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് യൂണിയൻ ടെറിട്ടറി വാസ് മെർജ്ഡ് റീസെന്റ്? ഏറ്റവും പുതുതായിട്ട് മെർജ് ചെയ്യപ്പെട്ട, കൂട്ടിച്ചേർക്കപ്പെട്ട യൂണിയൻ ടെറിട്ടറി ഏതാണെന്നാണ് ചോദ്യം. അത് നമ്മൾ പഠിച്ചില്ല, നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ആൻസർ ചെയ്യാൻ പറ്റുമോ? ദാമൻ ദിയു ആണ് ഉത്തരം കേട്ടോ. ദാമൻ ദിയു ആണ് ഉത്തരം. ദാമൻ ദിയുവിന് എന്ത് ചെയ്യുന്നുണ്ട്? യൂണിയൻ ടെറിട്ടറി എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിച്ചേർക്കുന്നുണ്ട്. എവിടെയാണ് കൂട്ടിച്ചേർത്തതെന്ന് ഞാൻ പറയാം. ഓക്കെ ആണേ? ശരി. അപ്പോൾ ആ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആദ്യത്തെ ആൻസർ നമ്മൾ പഠിച്ചതാണ്. 8 യൂണിയൻ ടെറിട്ടറീസ് ആണ് ഇന്ത്യയിലുള്ളത്. ഈ അടുത്ത് പുതുതായിട്ട് മെർജ് ചെയ്യപ്പെട്ട യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ ദാമൻ ആൻഡ് ദിയു ആണ്. ദാമൻ ആൻഡ് ദിയു. ഓക്കെ അല്ലേ? ദാമൻ ആൻഡ് ദിയു ആരുമായിട്ട് മെർജ് ചെയ്തു നമ്മളിപ്പോൾ പറയും. ഓക്കെ ആണേ? ശരി. അതുപോലെ നമുക്ക് മൊത്തം 8 യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്. ഈ 8 യൂണിയൻ ടെറിട്ടറികളും അവരുടെ ക്യാപിറ്റലുമാണ് ഇവിടെ സ്ലൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആ 8 എണ്ണവും അതിൻ്റെ ക്യാപിറ്റൽ നമ്മൾ ഇപ്പം പഠിക്കും. ഇപ്പം പഠിച്ച് തറവായിട്ട് പോകും. ഓക്കെ ആണല്ലോ? ശരി. ആദ്യത്തെ യൂണിയൻ ടെറിട്ടറി ഏതാടെ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അല്ലെങ്കിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന യൂണിയൻ ടെറിട്ടറി. അതിൻ്റെ ക്യാപിറ്റൽ ഏതാ? പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാറിന്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, സൗണ്ട് നന്നായിട്ട് കേൾക്കുക, കണ്ണടച്ച് കേൾക്കുക. കേട്ട ശേഷം സ്ലൈഡ് ഒന്നും കൂടെ നോക്കുക. ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ, ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ. അടുത്തത് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിന്റെ ക്യാപിറ്റൽ പഠിക്കാൻ പാടൊന്നുമില്ല, ചണ്ഡീഗഡ് തന്നെയാണ്. ഓക്കെ, ചണ്ഡീഗഡിന്റെ ക്യാപിറ്റൽ എന്ത് തന്നെയാണ്? ചണ്ഡീഗഡ് തന്നെയാണ്. അടുത്ത മൂന്നാമത്തത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാണ്. അതിൻ്റെ ക്യാപിറ്റല് ദാമനാണ്. ഓക്കെ അല്ലേ? ദാമനാണ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാണ്. അതിൻ്റെ ക്യാപിറ്റൽ ദാമനാണ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും ദാമൻ ദിയുവും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു. ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും 2019 മെർജ് ചെയ്ത് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കും. ഓക്കെ അല്ലേ? പക്ഷേ ആ സമയത്ത് നമ്മുടെ ലഡാക്കും ജമ്മു കാശ്മീരും കേന്ദ്രഭരണ പ്രദേശമല്ലായിരുന്നു. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമല്ലായിരുന്നു. ആ 19 തന്നെ എന്ത് ചെയ്യുന്നു? ജമ്മു കാശ്മീരിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റും. ദാമൻ ആൻഡ് ദിയുവിനെ മെർജ് ചെയ്ത് ദാമൻ ദിയുവിനെയും ദാദ്ര നാഗർ ഹവേലിയെയും മെർജ് ചെയ്ത് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റും. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8 തന്നെ നിലനിൽക്കും. പക്ഷേ മെർജായത് ഏതൊക്കെയാ? ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയുവും. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. വിച്ച് യൂണിയൻ ടെറിട്ടറി മെർജ്ഡ് റീസെന്റ്? ഏത് യൂണിയൻ ടെറിട്ടറിയാണ് റീസെന്റ് ആയിട്ട് മെർജ് ആകുന്നത്? ഏതാണ്? ദാമൻ ആൻഡ് ദിയു ആണ്. ആരുമായിട്ട് മെർജ് ആകും? ദാദ്ര നാഗർ ഹവേലിയുമായിട്ട് മെർജ് ആവും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാ? കവരത്തി. അതിപ്പോൾ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം ഏതാ? പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്, പോർട്ട് ബ്ലെയർ. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ചണ്ഡീഗഡ് തന്നെയാണ്. ദാമൻ ആൻഡ് ദിയു ആൻഡ് നാഗർ ഹവേലി. ദാമൻ ദിയു ആൻഡ് നാഗർ ഹവേലിയുടെ തലസ്ഥാനം ദാമൻ. ഓക്കെ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാ? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണേ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണേ. നമ്മുടെ ഡൽഹിയുടെ തലസ്ഥാനം ഏതാണേ? ഡൽഹി തന്നെയാണ്. ഡൽഹിയുടെ തലസ്ഥാനം ഡൽഹി തന്നെയാണ്. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി എന്നറിയപ്പെടും. പുതുച്ചേരി എന്നാണ് ഇപ്പോഴത്തെ പേര്. പോണ്ടിച്ചേരി എന്നറിയപ്പെടും അല്ലെങ്കിൽ പുതുച്ചേരി എന്നറിയപ്പെടും. അതിൻ്റെ ക്യാപിറ്റൽ എന്ത് തന്നെയാണ്? പുതുച്ചേരി തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡൽഹിയുടെയും പോണ്ടിച്ചേരിയുടെയും നമ്മുടെ ചണ്ഡീഗഡിൻ്റെയും ക്യാപിറ്റൽ സെയിം അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമായ ഏതാ? ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഓർക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. ലഡാക്കാണ്. നമ്മൾ ആദ്യം പഠിച്ചതാണല്ലേ. ആ ലഡാക്കിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ലേ എന്നാണ് ലഡാക്കിൻ്റെ ക്യാപിറ്റൽ. അപ്പം നമുക്ക് പഠിച്ച് ലേ ലഡാക്ക് 2 ലേയിലല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ലഡാക്കിൻ്റെ ലേ എടുത്താൽ ഉത്തരവായി. ലഡാക്കിൻ്റെ ക്യാപിറ്റലാണ് ഏത്? ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ക്യാപിറ്റലാണ് ഏതെന്ന് പറയുന്നത്? ലേ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? അടുത്തത് ജമ്മു കാശ്മീരിൻ്റെ ക്യാപിറ്റൽ ഏതാ? ജമ്മു കാശ്മീരിന് 2 ക്യാപിറ്റലാണുള്ളത്. ജമ്മു കാശ്മീരിന് 2 ക്യാപിറ്റലുണ്ട്. ശ്രീനഗറും ജമ്മുവും. എന്തിനാണ് 2 ക്യാപിറ്റൽ? സമ്മർ സീസൺ ആകുമ്പോൾ ശ്രീനഗറായിരിക്കും ക്യാപിറ്റൽ. വിൻ്റർ സീസൺ ആകുമ്പോൾ ജമ്മു ആണ് കാശ്മീർ. ഓക്കെ അല്ലേ? അപ്പോൾ ജമ്മു കാശ്മീരിന് 2 ക്യാപിറ്റലുണ്ട്. സമ്മർ സീസണിൽ ശ്രീനഗറും വിൻ്റർ സീസണിൽ ജമ്മുവും. അങ്ങനെ 2 ക്യാപിറ്റൽ ജമ്മു കാശ്മീരുണ്ട്. അപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ തലസ്ഥാനങ്ങൾ, ക്യാപിറ്റലുകൾ നന്നായിട്ട് അറിയാമല്ലോ. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ആൻഡമാൻ നിക്കോബാർ ഏതാ?
യെസ്, പോർട്ട് ബ്ലെയർ. വെരി ഗുഡ്. കൂടെ പറയണേ. ചണ്ഡീഗഡ് ഏതാ? ചണ്ഡീഗഡ് തന്നെയാണ്, മാറ്റമില്ല. അടുത്തത് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, അതിന്റെ ക്യാപിറ്റൽ ഏതാ? ദാമൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ PV ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഈ അടുത്ത് മെർജ് ചെയ്യപ്പെട്ട യൂണിയൻ ടെറിട്ടറി ഏതായിരുന്നു? ദാമൻ ദിയു ആണ്. ആരുമായിട്ട് മെർജായി? ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുമായിട്ട് മെർജായി. ഓക്കെ അല്ലേ? അടുത്ത ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ഏതാണ്? ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ കവരത്തിയാണ്. ഡൽഹിയുടെ ക്യാപിറ്റൽ ഡൽഹി തന്നെയാണ്. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരിയുടെ ക്യാപിറ്റൽ ഏത് തന്നെയാണ്? പുതുച്ചേരി തന്നെയാണ്. ലഡാക്കിന്റെ ക്യാപിറ്റൽ ഏതാണ്? ലഡാക്ക് ലഡാക്കിന്റെ ക്യാപിറ്റൽ ലേ ആണ്. ജമ്മു കാശ്മീരിന്റെ ക്യാപിറ്റൽ ഏതാ? ശ്രീനഗറുമുണ്ട്, ജമ്മുവുമുണ്ട്. സമ്മർ സീസണിൽ ശ്രീനഗറും വിന്റർ സീസണിൽ ജമ്മുവും. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ആ യൂണിയൻ ടെറിട്ടറീസുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കണ്ടത്. 2ന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. 8 യൂണിയൻ ടെറിട്ടറിയാണ് ഇപ്പോഴുള്ളത്. അതിൽ റീസെൻ്റ് ആയിട്ട് മെർജായത് ഏതാണ്? ദാമൻ ദിയു ആണ്. നമ്മൾ PVQ കണ്ടതാണ്. ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലിയുമായിട്ടാണ് മെർജായത്. 8 യൂണിയൻ ടെറിട്ടറീസും അവയുടെ ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു. എല്ലാവരുടെയും മനസ്സിലുണ്ടേ? ഒരു തവണ ഒന്ന് പറഞ്ഞു നോക്കണം, തന്നെത്താനെ പറഞ്ഞു നോക്കണം. നമ്മളിപ്പോൾ 2 തവണ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെയാണ്. ഇതാ നമ്മുടെ ലഡാക്ക് ഞാൻ കാണിച്ചു തന്നു നേരത്തെ. ഏറ്റവും മേലിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. നമ്മുടെ പഴയ ജമ്മു കാശ്മീരിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ജമ്മു കാശ്മീർ നമ്മൾ പണ്ട് മുതലേ ഇന്ത്യയുടെ തലഭാഗത്ത് കാണുന്ന സാധനമാണ്. അവരെ 2 ആക്കി ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന 2 കേന്ദ്രഭരണ പ്രദേശമാക്കി. അതിന് തൊട്ട് താഴെയായിട്ട് ഏകദേശം നമ്മുടെ ഹരിയാന, പഞ്ചാബ് അവരുടെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ചണ്ഡീഗഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മേൽഭാഗത്താണ്. അടുത്ത ഡൽഹി ഞാൻ ഏറ്റവും ആദ്യം കാണിച്ചായിരുന്നു നമ്മുടെ ഡൽഹി എവിടെയാണെന്ന്. ഏകദേശം ഇവിടെയായിട്ടാണ് ഡൽഹി വരുന്നത്. ഉത്തർപ്രദേശിൻ്റെയും ഉത്തരാഖണ്ഡിൻ്റെയും ഒക്കെ തൊട്ടടുത്ത്, ഉത്തർപ്രദേശിൻ്റെ തൊട്ടടുത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ദാമൻ ദിയു എവിടെയാണ്? ദാമൻ ദിയു ഇവിടെയാ. ദാമൻ ദിയു ഇവിടെ നമ്മുടെ ഗുജറാത്ത് ഇല്ലേ? ഗുജറാത്തിൻ്റെ അടുത്തായിട്ടാണ് ആര് കിടക്കുന്നത്? ദാമൻ ദിയു ആൻഡ് നാഗർ ഹവേലി കിടക്കുന്നത്. ഓക്കെ, ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു കിടക്കുന്നത് ഇവിടെ ഗുജറാത്തിൻ്റെ ഭാഗത്തായിട്ടാണ്. പോണ്ടിച്ചേരി എവിടെയാ? തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? പോണ്ടിച്ചേരി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ശരി. ലക്ഷദ്വീപ് എവിടെയാ? അതാ ഇവിടെ ദ്വീപാണ്. ദ്വീപ് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആൻഡമാൻ നിക്കോബാർ എവിടെയാണ് കിടക്കുന്നത്? ആൻഡമാൻ നിക്കോബാർ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. 2 ദ്വീപസമൂഹങ്ങളാണ്. ഈ 2 ദ്വീപസമൂഹങ്ങളും നമ്മൾ പഠിച്ച ബാക്കി സ്ഥലങ്ങളും ഉൾപ്പെടെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമുക്കുള്ളത്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ക്യാപിറ്റൽ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. സെറ്റാണല്ലോ. ശരി. അപ്പോൾ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഡീറ്റെയിൽസുമാണ് നമ്മളിന്ന് പഠിച്ചത്. ഇനി കുറച്ച് സംസ്ഥാനങ്ങളുടെയും കൂടെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ.